നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം, അധഹൈനമുഷ ഭോഭ്യദ്വാദ സത്യകാമ ഉ ഇതി ഭഗവ ഇതി ഹ പ്രതിശുശ്രാവ പ്രാപ്താഹ സൗമ്യ സഹസ്രം സ്മ പ്രാപയം ന മ ആചാര്യകുലം. ആ കാള അവനോട് പറഞ്ഞു, സത്യകാമ, അടിയൻ, അവൻ പറഞ്ഞു, ബ്രഹ്മണശ്ച തേ പാദം ബ്രവാണീതി ബ്രുവീതു മേ ഭഗവാനിതി തസ്മൈ ഹോവാച പ്രാചീ ദിക്കല പ്രതീചി ദിക്കല ദക്ഷിണ ദിക്കലോദീചി ദിക്കലൈവ വേ സൗമ്യ ചതുഷ്കല പാദോ ബ്രഹ്മണ പ്രകാശവാൻ നാമ. നമ്മൾ 1000 എത്തി മകനെ, ഞങ്ങളെ ശിക്ഷകന്റെ വീട്ടിൽ എത്തിക്കൂ. ഞാൻ ബ്രഹ്മത്തിന്റെ കാൽഭാഗം പറയാം. പറയൂ. അവനോട് കാള പറഞ്ഞു, 16-ൽ 1 കിഴക്കാണ്, 16-ൽ 1 പടിഞ്ഞാറാണ്, 16-ൽ 1 വടക്കാണ്. ഇതാണ് ബ്രഹ്മന്റെ കാൽഭാഗം എന്ന് കാള പറഞ്ഞു. 3-ാമത്തെ ശ്ലോകം, സയ ഏതമേവം വിദ്വാംശ്ചതുഷ്കലം പാദ ബ്രഹ്മണ പ്രകാശവാനിത്യുപാസ്തേ പ്രകാശവാനസ്മിൻ ലോകേ ഭവതി പ്രകാശവതോഹ ലോകാൻ ജയതി യ ഏതമേവം വിദ്വാംശ്ചതുഷ്കലം പാദം ബ്രഹ്മണ പ്രകാശവാതിത്യുപാസ്തേ. ഇതറിയുന്നവൻ ബ്രഹ്മന്റെ കാൽഭാഗം അറിയുന്നു. 16-ൽ 4 ഉൾക്കൊള്ളുന്ന ആ കാൽഭാഗം തിളക്കമാർന്നത്. ഇത് ഈ ലോകത്തിൽ തിളങ്ങുന്നു. അവൻ തിളക്കമാർന്ന ലോകങ്ങളെ ജയിക്കുന്നു. അത് ഇങ്ങനെ അറിയുന്നവൻ ബ്രഹ്മന്റെ കാൽഭാഗത്തെ തിളങ്ങുന്ന 16-ൽ 4 ഉൾക്കൊള്ളുന്ന തിളക്കമാർന്നവൻ ആകുന്നു.
അപ്പോൾ ഉപനിഷത്തുകള് കഥകളിലൂടെ വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പൊ ആദ്യത്തെ ഭാഗത്തിൽ, ഈ കഥയുടെ ആദ്യത്തെ ഭാഗത്തിൽ സത്യകാമ സത്യസന്ധനായിട്ട് പറയാണ്, എൻ്റെ അമ്മയുടെ പേര് എനിക്കറിയാം. അമ്മ പറഞ്ഞു ഞാൻ ജപാലയാണ്, അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഗുരു സ്വീകരിക്കുകയാണ്. ഒരു ഗുരു പശുക്കളെ നൽകിയിട്ട് പോയിട്ട് വരാൻ പറയണം. അപ്പോൾ സത്യകാമ പറഞ്ഞു ഞാനത് 1000 ആക്കി തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നു. പശുക്കൾ എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. മഹാത്മാഗാന്ധിജി പശുക്കൾ എന്ന് പറഞ്ഞാൽ സബ് ഹ്യൂമൻ ആയിട്ടുള്ള എല്ലാം, അതായത് മനുഷ്യന്റെ തലത്തിൽ എത്തുന്നത് വരെയുള്ള എല്ലാത്തിനെയും പശുക്കൾ എന്നാണ് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗോ പൂജയൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ ഗോ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ എന്നൊരർത്ഥമുണ്ട്. നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങള് നമ്മുടെ ഗോക്കളാണ്. അതുകൊണ്ടാണ് ഗോസ്വാമി, ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്ത ആളെ ഗോസ്വാമി എന്നുണ്ട്. ഗോപാലൻ, ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നവൻ ഭഗവാൻ, ഗോവിന്ദൻ. അപ്പൊ ഗോ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്ദ്രിയങ്ങള് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 പഞ്ചേന്ദ്രിയങ്ങളും ഉള്ളെങ്കിലും അതിന്റെ പ്രവർത്തന മണ്ഡലം ഈ ലോകം മുഴുവനാണ്. ആയിരക്കണക്കിന് ആയിട്ടത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ണ് തന്നെ കാഴ്ച കാണുമ്പോൾ എത്ര വലിയൊരു സ്പെക്ട്രമാണ് കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ കളറാണ് ഇഷ്ടം. കളറിന് തന്നെ പല നുവാൻസസ്, ഡിഫറൻസസ് ഉണ്ട്. ശബ്ദങ്ങളും അങ്ങനെ തന്നെ, സ്പർശവും അങ്ങനെ, എല്ലാവർക്കും ഒരുപോലെ അല്ല, ടേസ്റ്റും അതുപോലെ തന്നെ. അപ്പൊ ശരിക്കും ഇൻഫിനിറ്റ് ആണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന മേഖല, ഇൻഫിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള ഈ 5 എക്യുപ്മെന്റ്സിനെ നമ്മൾ സകല സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും പവർ ഇല്ലാണ്ടായി മാറിക്കാം. കണ്ണിന് പവർ ഇല്ല, കാരണം ഒരു കാഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു സിനിമ കാണുമ്പോൾ പെട്ടെന്ന് വേറൊന്ന് കാണാൻ തോന്നും. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാലാണ് ഇങ്ങനെ മാന്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ, ഒരു സീനിലും കണ്ണ് ഫിക്സ് ചെയ്യുന്നില്ല. ശബ്ദം അതുപോലെ തന്നെ, ഒരാളുടെ ശബ്ദം കേട്ട വേറൊരാളുടെ ശബ്ദം മാറി മാറി കേട്ടോണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് എവിടെയും നമുക്ക് പ്രസന്റ് ആവാൻ പറ്റുന്നില്ല, സ്റ്റില്ലായിട്ടിരിക്കാൻ പറ്റില്ല. ഭക്ഷണമായാലും എല്ലാത്തിലും അങ്ങനെയാണ്, സ്റ്റിൽനെസ് നമുക്കില്ല. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ശക്തി പോവാണ്. ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന മനസ്സും അതുപോലെ തന്നെ അതിന്റെ ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ബഹുശാഖായി അനന്തശ്ച ബുദ്ധയോ അവ്യവസായിനാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ പല ശാഖകളിലേക്കും പോകുന്ന ഈ ബുദ്ധി ശക്തിയില്ലാണ്ടേ മാറും. നേരെ മറിച്ചൊരു വ്യാവസായികാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന, ശരിക്കും ലക്ഷ്യബോധമുള്ള ഒരാളുടെ ബുദ്ധി കേന്ദ്രീകൃതമാവും. ആ പല സ്ഥലത്തുനിന്നും ഉള്ള ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ വിഡ്രോ ചെയ്ത് ഏകീകരിക്കണം. അവിടെയാണ് യമ നിയമ ഒക്കെ പ്രവർത്തിക്കുന്നത്, പ്രത്യാഹാര എത്തുന്നത്, ഇതിന്റെ ഉള്ളിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സത്യകാമൻ പശുക്കളെ കൊണ്ടുപോയിട്ട് എതിര് പോകുമ്പോൾ അദ്ദേഹം അത്ര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ശിഷ്യനാണ്. ആ പശുക്കളുടെ നാഥൻ എന്നുള്ള നിലയ്ക്ക് കാളേനെ നമുക്ക് സങ്കല്പിക്കാം. നമ്മുടെ തന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ നാഥൻ, നമ്മുടെ ഉള്ളിലെ ഒരു കോൺസെൻട്രേറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. ഹാർട്ട് റീജിയൻ ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ ആജ്ഞാചക്രത്തിൽ എത്തുന്നു. 5ാമത്തെ ചക്രം, സഹജമാർക്ക് ഫിലോസഫി വായിച്ചാൽ അറിയാം, ക്ലാരിറ്റി വരുന്നു. ക്ലാരിറ്റി വരുമ്പോൾ നമ്മൾ ആജ്ഞാചക്രം കടന്ന് നേരെ ബ്രഹ്മത്തിലേക്ക്, ബ്രഹ്മാണ്ഡ മണ്ഡലിലേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ എന്നുള്ള ആ പദം ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കും. യൂണിവേഴ്സ് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബ്രഹ്മാണ്ഡം. അപ്പൊ അവിടെ നിന്നും നമുക്കൊരു അറിവ് ലഭിക്കുകയാണ്. അതാണ് സത്യകാമൻ ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നാഥനായിട്ടുള്ള എൻ്റെ ഉള്ളിലെ യഥാർത്ഥ ഞാൻ, എൻ്റെ ഹയർ എൻറ്റിറ്റി എന്നോട് സംസാരിക്കും. നമ്മൾ പലപ്പോഴും ഉൾവിളി ഉണ്ടായി എന്ന് പറഞ്ഞു. എവിടുന്നാ ഉൾവിളി ഉണ്ടാവുന്ന? എൻ്റെ ഹയ്യർ തലത്ത് നിന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടാവും. അത് ആർക്കാ ഉണ്ടാവുക? സത്യകാമനെ പോലെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ കാള പറയാണ്, ഈ യൂണിവേഴ്സ് പല ഭാഗങ്ങളായിട്ട് ക്വാർട്ടർ 4-1 ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യൂണിവേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അങ്ങനെ നമ്മൾ ഒരു ഡിവിഷൻ പറയും. ആചാര്യ പാദമാദത്തെ, പാദം ശിഷ്യം സ്വമേധയ, പാദം സാബ്രഹ്മചാരിണ്യോ, പാദം കാലക്രമേണതു. 4 രീതിയിലാണ് അറിവ് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എല്ലായിടത്തുനിന്നും ഉള്ള അറിവുകൾ സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ഒരാള് തിളക്കമാർന്നതായി മാറുന്നു.
നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ ഒറിജിൻ ലൈറ്റിൽ നിന്നാണ് എന്നുള്ളത് ഇപ്പൊ ക്രമേണ സയൻസ് തന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനർജി പലതാണ്. എനർജി ഉദ്ഭവിക്കുന്നത് പ്രകാശത്തു നിന്നാണ്. E=mc² എന്നുള്ള ഇക്വേഷൻ ഐൻസ്റ്റീൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൈറ്റിന്റെ ഫോട്ടോൺസ്, ആ ഫോട്ടോൺസിൽ നിന്നാണ് പിന്നീട് ക്രമേണ പല പാർട്ടിക്കിൾസും ഉണ്ടാവുന്നത്. ഞാനൊരു പുസ്തകത്തിൽ വായിക്കേണ്ടായി, ഈ ലൈറ്റിന്റെ രശ്മിയിലുള്ള ഫോട്ടോൺസ് ഓരോന്നും ഒരു എൻറ്റിറ്റിയാണ്. ഓരോ പ്രപഞ്ചങ്ങൾ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന എൻറ്റിറ്റിയാണ്, ഓരോ ഞാനുകളാണ്, ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ തരത്തില് ഏകീകൃതമാകുമ്പോൾ ഒരു സിംഗുലാരിറ്റി അവിടെ വന്നു ചേരും, ഒരു സിംഗിൾ സ്ട്രീം ഓഫ് ലൈറ്റിലേക്ക് എത്തിച്ചേരും. അപ്പൊ എന്ത് പെർഫോം ചെയ്യുമ്പോൾ അത് ബ്രൈറ്റ് ആവുന്നു, എൻലൈറ്റൻഡ് ആവുന്നു, ബ്യൂട്ടിഫുൾ ആവും അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ. കാരണം 100% അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മളെ താഴ്ത്തുന്ന തലത്തിൽ ഉള്ള പ്രവർത്തികൾക്ക് തിരിഞ്ഞു പോവില്ല. ഇന്ദ്രിയങ്ങൾ നമ്മളെ നയിക്കുന്നതിന് പകരം ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക്, അതാണ് കാള എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത്, ഒരു ഹെഡായിട്ട് മാറുന്ന രീതിയിലേക്ക് മാറും. എന്നിട്ട് പറയാണ് നമുക്ക് ഇനി ശിഷ്യന്റെ അടുത്തേക്ക്, ഗുരുവിന്റെ അടുത്തേക്ക് പോവാം എന്ന് പറയുകയാണ്. അപ്പൊ ഇത് പഠിച്ചു, ഹാർട്ട് റീജിയന്റെ അറിവ് സ്വാംശീകരിക്കാൻ സാധിച്ചു ജസ്റ്റ് ബൈ ഒബ്സർവേഷൻ ആൻഡ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സത്യസന്ധത. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഗുരുവിന്റെ അടുത്ത് എത്തുമ്പോൾ എത്ര സത്യസന്ധമാവണം, അദ്ദേഹം പറയുന്നത് എത്ര ഒബേ ചെയ്യണം എന്നതാണ് ഛാന്തോക്യ ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരെയും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.